ഇന്ന് നമുക്ക് ബ്രെഡ് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പാൽ ഞാൻ എടുത്ത് അടുപ്പത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാൻ കസ്റ്റേർഡ് പൗഡർ 8 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ എടുത്ത് ഒരു 1/4 കപ്പ് പാലിൽ ഞാൻ മിക്സ് ചെയ്ത് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഈ പാൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1/2 കപ്പ് ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. 1/2 കപ്പ് ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. കലക്കി കൊടുത്ത് പാല് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. ഈ പാല് തിളച്ച് വന്നു. ഇതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് മിൽക്ക് നമ്മൾ 8 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പാല് കസ്റ്റേർഡ് മിൽക്ക് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് കുറുകി വരണം. നമുക്കിത് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തിളച്ച് കുറുകി വന്ന് ഇതിലേക്ക് 1/4 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ടേസ്റ്റിന് വേണ്ടിയാണ്. കസ്റ്റേർഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/4 സ്പൂൺ ബട്ടർ നമുക്ക് ഒഴിച്ചിട്ട് 8 ബ്രെഡ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ബ്രെഡ് സൈഡ് കട്ട് ചെയ്തിട്ട് ഞാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്ന് നമുക്ക് 8 പീസും ഞാൻ ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരെ പകുതിയായിട്ട് ഞാൻ കട്ട് ചെയ്ത് 8 പീസ് ബ്രെഡ് 16 പീസ് ബ്രെഡായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു ഗ്ലാസ് ബൗൾ എടുത്തേക്കുക. അതിലേക്ക് ഞാൻ കസ്റ്റേർഡ് മിൽക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ കസ്റ്റേർഡ് മിൽക്ക് അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഈ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് അതിലേക്ക് നമുക്ക് വച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇടാൻ വേണ്ടി ബദാം നീളത്തിൽ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തേച്ച് കസ്റ്റർഡ് മിൽക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. എഗെയിൻ ഇച്ചിരി ബദാം ഇടുന്നുണ്ട്. ബ്രെഡ് അതിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. അഗെയിൻ ബദാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയിരിക്കുന്ന എല്ലാ കസ്റ്റേർഡ് മിൽക്ക് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ബദാം ഇട്ട് കൊടുക്കാം. എല്ലാ ബദാമും ഇട്ട് കഴിഞ്ഞു. ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബ്രെഡ് പുഡിംഗ് ആണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളിയായി.